പാഠം 615. ഒരു കണ്ണാടി കഥ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. എല്ലാം ശരിയാക്കിയിട്ടുണ്ട് സാർ. ഞാൻ കൃത്യം 8:45 ഇവിടെ നടക്കും. 9 മണിക്കാണ് ബസ്. 9-ന്റെ ബസ്സിൽ പോയാൽ 9:45 കളക്ടറിന് മുന്നിലെത്തും. അതെ സാർ. 10 മണിക്ക് ഞാൻ കളക്ടറെ കണ്ടിരിക്കും. അറിയാം സാർ. ഞാൻ തിരിച്ചു കണ്ടു വിളിക്കാം സാർ. ശരി സാർ. ഓ, ആമേ, ഇതൊരു കാപ്പി ഉണ്ടാക്കിയില്ലേ? മണി 8:15 കഴിഞ്ഞു. എനിക്ക് 8:30 ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞല്ലേ? ഓ, മോഹനേട്ടന് ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞോ? പോയി കൈ കഴുകി വന്നിട്ടുണ്ട്, കഴിക്കാൻ എടുത്തുതരാം. ഞാൻ എല്ലാ ദിവസവും വേഷം മാറ്റിയാണ് കഴിക്കാറുള്ളത്. എനിക്ക് പിന്നെ പോയി വേഷം മാറിയിട്ട് വാ. തീർന്നില്ലേ പ്രശ്നം? എന്റെ ഷർട്ട് മുണ്ട് തെച്ചില്ലല്ലോ. രാവിലെ വഴക്കുണ്ടാകാനുള്ള വഴി നോക്ക്. എന്തൊക്കെ ചെയ്താലും എന്നെ 4 വഴക്ക് പറയാതെ ആഫീസ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഷർട്ട് മുണ്ട് രാവിലെ 6 മണിയായപ്പോഴേക്കും ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്ക് പോലും ചെയ്ത് വഴക്കുണ്ടാക്കാനായിട്ട് നേരെ പോകുന്നു. ഷർട്ട് മുണ്ടും തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞമായിരുന്നു. അതാണ് മര്യാദ. നിന്റെ മനസ്സിലെന്താണെന്നൊക്കെ മനസ്സിലായി. കളക്ടർ എന്നെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞപ്പോ മുതൽ നിനക്ക് അസൂയ. എന്റെ പോക്ക് എങ്ങനെയെങ്കിലും വൈകിപ്പിക്കാനാണ് നീ നോക്കുന്നതെന്ന് എനിക്കറിയാം. പ്രശ്നം അതല്ല മോഹനേട്ടാ. കളക്ടർ മോഹനേട്ടനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ മുതല് മോഹനേട്ടൻ ആരോ ആയിന്ന് മോഹനേട്ടൻ ഒരു തോന്നലുണ്ട്. ഒരു ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. ആദ്യം അത് സാറ് മനസ്സിലാക്ക്. നീ അത് പറയും. ഈ ജില്ലയിൽ 10-90 വില്ലേജ് ഓഫീസർമാരുണ്ടായിട്ടും എന്നെ കാണണമെന്നേ കളക്ടർ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാ? മോഹനകൃഷ്ണൻ ഒരു സാധാരണ വില്ലേജ് ഓഫീസർ അല്ല. എന്തൊക്കെയാ മോഹനേട്ടൻ ഈ പറയണത്? ഈ വില്ലേജ് ഓഫീസറുടെ പരിധിയിലുള്ള ഒരു ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം ചർച്ച ചെയ്യാൻ വേറെ വില്ലേജ് ഓഫീസറെ വിളിച്ചിട്ട് എന്താണ് കാര്യം? ഇത് പുതിയ സംഭവമൊന്നുമല്ല. ഭൂമി ഏറ്റെടുക്കലിൽ പ്രശ്നമുണ്ട് എന്ന് വന്നപ്പോൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറോട് കളക്ടർ റിപ്പോർട്ട് ചോദിച്ചു. അതിലെന്താണ് ഇത്ര വലിയ കാര്യം? റിപ്പോർട്ടുമായിട്ട് നേരിട്ട് ചെല്ലാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കളക്ടർ 10:30 തിരുവനന്തപുരത്തേക്ക് പോകും. അതിനു മുൻപ് എന്നോട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതിന് പ്രത്യേകിച്ച് ഓരോ അർത്ഥവും ഇല്ല. കളക്ടർ 10:30 തിരുവനന്തപുരത്തിന് പോകും. അതിനു മുന്നേ മോഹനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം എന്നൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതെ, ഇനി തർക്കിക്കാൻ നിൽക്കാതെ പോയി വേഷം മാറിയിട്ട് വാ. കാപ്പി ഓടിച്ച് 8:35 ഇവിടുന്ന് ഇറങ്ങിയാലേ 8:45 ബസ് സ്റ്റോപ്പിലെത്തുള്ളൂ. 8:45 ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ 9:30 ബസ് ഉള്ളൂ. അത് ചെന്നാ കളക്ടറെ കാണാൻ പറ്റില്ല. കളക്ടർ 10:30 പോവില്ലേ? ഇപ്പൊ നീ പറഞ്ഞത് തർക്കിച്ച് വെറുതെ സമയം കളയല്ലേ. ആദ്യം കളക്ടർ നേരിൽ കാണാൻ നോക്ക്. തർക്കം നമുക്ക് വൈകിട്ടാക്കാം. എനിക്കും ഒരുപാട് ജോലിയുണ്ട്. അഹങ്കാരി. ഇതിനുള്ള മറുപടി കളക്ടറെ കണ്ടിട്ട് വന്നിട്ട് തരാം. ഓ ശരി. ഇതിന് ഇവിടെ വന്നു. അയ്യോ, പോലും ഒരു കാര്യമില്ല. കളക്ടർ എന്തെങ്കിലും കാര്യത്തിന് വഴക്കെടുത്തുള്ള ഉറപ്പാ. എന്താണ് മോനട്ടാ? കണ്ണാടി പൊട്ടിയോ? അയ്യോ, ഇതെങ്ങനെയാ? ഞാൻ ഈ ഷർട്ട് എടുത്തപ്പോ കണ്ണാടി താഴെ വീണു. എങ്ങനെയാ ഈ കണ്ണാടി ഇവിടെ വന്നത്? ഓ, അത് ഞാൻ എടുത്തോണ്ട് വെച്ചതാ. തിരിച്ചു കൊണ്ടുവയ്ക്കാൻ മറന്നുപോയി. മറന്നുപോയോ? ഈ കാണിച്ച ധിക്കാരത്തിന് എന്താ വേണ്ടതറിയോ? ഇനി ഞാൻ എങ്ങനെ കളക്ടറേറ്റ് പോകും? കളക്ടറേറ്റ് പോകാൻ കണ്ണാടി എന്തിന്? ഓടി ചെയ്താനാണ് വേറെ കണ്ണാടി ഇരിപ്പില്ലേ? മറ്റ് സാധനങ്ങൾ പൊട്ടുന്ന പോലല്ല മുഖം നോക്കുന്ന കണ്ണാടി പൊട്ടുന്നത്. ഇത് അപശകനമാണ്. കണ്ണാടി പൊട്ടുകയെന്നാൽ വലിയ ഏതോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അർത്ഥം. തുടങ്ങിയ അന്ധവിശ്വാസം. എന്റെ മോഹനട്ടാ, ഈ കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമല്ലേ? അതിന് ജീവനില്ല, പ്രത്യേകിച്ച് മന്ത്രശക്തിയും ഇല്ല. വീട്ടിലെ മറ്റേതൊരു സാധനം പൊട്ടുന്ന പോലെ തന്നെയാണ് കണ്ണാടി പൊട്ടുന്നതും. ഇതാണ് നിന്നോട് പറഞ്ഞത്? ഇമാതിരി വർത്താനം കോടതി പറയാൻ കൊള്ളാം. പക്ഷേ ശകുനം ദുശകുനം എന്നൊക്കെ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട്.
അത് ആരും വെറുതെ ഉണ്ടാക്കിയതല്ല. മോഹനേട്ടാ, തർക്ക് ആ വഴിക്കാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഇനി എന്റെ തെറ്റുകൊണ്ട് കണ്ണാടി പൊട്ടിയതാണ് പ്രശ്നമെങ്കിൽ ആ കണ്ണാടിയുടെ പൈസ ഞാനങ്ങ് തന്നേക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങി തന്നേക്കാം. അത്രയല്ലേ പ്രശ്നം? അത്രയല്ലല്ലോ പ്രശ്നം. ഈ കണ്ണാടി പൊട്ടിയതിന്റെ പേരിൽ കളക്ടർ എന്നെ വഴക്ക് പറഞ്ഞാൽ ആര് സമാധാനം പറയും? കണ്ണാടി പൊട്ടിയത് കളക്ടർ വഴക്ക് പറഞ്ഞ എന്തിനാ? ഇത് കളക്ടർ കണ്ണാടി അല്ലല്ലോ. ഇന്നല്ലല്ലോ പറഞ്ഞത്. ഞാൻ 3 ദിവസം കഷ്ടപ്പെട്ടിരുന്ന് ഉറക്കമുളച്ചുണ്ടാക്കിയ റിപ്പോർട്ടാണ് ഇന്ന് കളക്ടർക്ക് കൊടുക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ട് കളക്ടർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. നടക്കാതെ നീണ്ടുപോകുന്ന എന്റെ പ്രമോഷൻ പെട്ടെന്ന് ശരിയാകാൻ കളക്ടർ ഒറ്റ ഫോൺ കോൾ മതി. പക്ഷേ ഇന്ന് ഈ കണ്ണാടി വീണ് പൊട്ടിയതോടെ എല്ലാം തീർന്നില്ലേ? ഈ ദുശകനം കണ്ടിട്ട് കളക്ടറിലേക്ക് ചെന്നാൽ എന്താവും എന്റെ അവസ്ഥ? റിപ്പോർട്ടിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് കളക്ടർ എന്നെ വഴക്ക് പറയുന്നത് ഉറപ്പാ. മോഹനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും വിചാരിക്കരുത്. മോഹനേട്ടൻ ഇപ്പൊ അത്യാവശ്യമായിട്ട് കാണുന്നത് കളക്ടറെ അല്ല, ഒരു സൈക്കാട്രിസ്റ്റിനെയാണ്. കണ്ണാടി പിടുന്നു ദുശകനോടാ പോലും. ഇത് ഏത് നൂറ്റാണ്ടല്ലേ ജീവിക്കുന്നത്? ധിക്കാരം കാണിച്ചിട്ട് അത് ചൂണ്ടിക്കാണിച്ചപ്പോ ചൂണ്ടിക്കാണിച്ച ആൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നത് ഏത് നാട്ടോടപ്പാ? ഞാൻ ഒരു ധിക്കാരവും കാണിച്ചിട്ടില്ല. കണ്ണാടി അവിടെ എടുത്തു വെച്ചു എന്നുള്ള ഒരു അബദ്ധം ഞാൻ കാണിച്ചു. അത് ഞാൻ സമ്മതിച്ചല്ലോ. അബദ്ധം പറ്റിട്ട് എങ്ങനെയാണ് മോഹനയുടെ ധിക്കാരാവുന്നത്? കണ്ണാടിയുടെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും സാധനമായിരുന്നെങ്കിൽ അതിനെ അബദ്ധമായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇത് കണ്ണാടിയല്ലേ. കണ്ണാടി പൊട്ടിയാലുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? എന്റെ അറിവിൽ കണ്ണാടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. 1, കണ്ണാടിയുടെ പണം നഷ്ടം. 2, കണ്ണാടി പൊട്ടി ചില്ല് തെറിച്ച് വല്ല മുറിവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് നീ പറഞ്ഞാൽ മതിയോ? കണ്ണാടി പൊട്ടുന്നത് ദുശകുനമാണെന്ന് എത്രയോ നൂറ്റാണ്ടുകളായി എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇത്ര അശ്രദ്ധ കാണിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ ആവശ്യത്തിനായി നമ്മളെ കാശ് കൊടുത്ത് വാങ്ങിയ കണ്ണാടി നമ്മളെക്കാട്ടിൽ സൂക്ഷിക്കണമെന്ന്? ഓഹ്, ഞാൻ എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞതെങ്കിലും മോഹനേട്ടൻ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്നെക്കാളും പ്രധാനപ്പെട്ടതാണോ ഈ കണ്ണാടി? ശകുനശാസ്ത്രം അനുസരിച്ച് ഇത്രയും അപകടമുള്ള ഒരു സാധനമാണ് കണ്ണാടി എന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാനിത് വാങ്ങാനേ പോകുന്നില്ലായിരുന്നു. ഇനി മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം. കണ്ണാടി വാങ്ങി വെച്ചിട്ട് അത് താഴെ വീഴാതിരിക്കാനായി 2 ജോലിക്കാരെ നമുക്ക് ശമ്പളം കൊടുത്ത് ഇങ്ങനെ നിർത്താം. ഇല്ലെങ്കിൽ കണ്ണാടി എവിടെയെങ്കിലും പൂട്ടി വെക്കാം. ഒരു കയ്യബദ്ധം പറ്റി കണ്ണാടി പൂട്ടിയതിന് ഇത്രയും ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. എന്താണ് ഇപ്പോഴാണ് എനിക്ക് ഇതിന്റെ മനസ്സിലിപ്പ പിടികിട്ടിയത്. ഇന്ന് കളക്ടർ എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നിനക്ക് എന്നോട് അസൂയ തോന്നി തുടങ്ങിയതാ. ഞാൻ കളക്ടറെ കണ്ടാൽ, കളക്ടർ എന്നെ അഭിനന്ദിച്ചാൽ നിനക്ക് സൈക്കിൾ. അതുണ്ടാകാതിരിക്കാൻ നീ ആ കണ്ണാടി എടുത്ത് തേച്ച ഷർട്ടിന്റെ അഴിയിലോട്ട് അങ്ങ് വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോഹനേട്ടാ വേഗം ഷർട്ട് മുണ്ട് എടുത്തിട്ടുണ്ട് വാ എന്ന്. ആ ധൃതിയിൽ ഞാൻ ഓടി വന്ന് ഷർട്ട് മുണ്ട് എടുക്കുമ്പോ കണ്ണാടി താഴെ വീഴുമെന്ന് നിനക്കറിയാമായിരുന്നു. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കണ്ണാടി താഴെ വീണ് പൊട്ടിയാൽ അതൊരു ദുശകുനമാകുമല്ലോ. അപ്പൊ കളക്ടറെ കാണാൻ ചെല്ലുമ്പോ എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. സത്യം പറയാ, നീ മനഃപൂർവ്വം കണ്ണാടി എടുത്ത് ഷർട്ടിട്ട് വെച്ചല്ലേ? അതെ. മോഹനേട്ടന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുമെന്ന് കരുതി ഞാൻ മനഃപൂർവ്വം തന്നെ അതവിടെ വെച്ചതാ. ഇത്രയും മാത്രമല്ല ഞാൻ ചെയ്തത്. രാവിലെ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും മോഹനേട്ടൻ കളക്ടറുടെ വായിന്ന് 10 ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിന് ചുറ്റും 100 ശയന പ്രദക്ഷിണം വെച്ചോളാം. പിന്നെ രാമപ്പണിക്കരെ കൊണ്ട് ഒരു ഉഗ്ര കൂടോത്രം ചെയ്യിച്ചു. മോഹനേട്ടന്റെ ജോലി തന്നെ ഇല്ലാതാക്കിയാൽ 10,001 രൂപ രാമപ്പണിക്കർ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. രാമപ്പണിക്കറിന്റെ കൂടോത്രത്തിന്റെ കാര്യം അറിയാലോ. ചെയ്താ പിന്നെ അത് ചെയ്തതാ. അതുകൊണ്ട് എത്രയും വേഗം വേഷമാരെ കളക്ടറേറ്റിലേക്ക് പോകാൻ നോക്ക്. ഇനി കളക്ടറെ കാണാൻ താമസം എന്നുള്ള പേരിലേ ജോലി പോകണ്ട. ശകുന വിദ്രോഹം വന്നിരിക്കുന്നു. ഇപ്പൊ ഞാനിതിന് മറുപടി പറയുന്നില്ല. കളക്ടറെ കണ്ടിട്ട് ആഫീസിൽ പോകാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും നിന്നോട് മറുപടി പറയാൻ. നോക്കോ, ഹലോ, അതെ ഉത്തമനാണ്. അയ്യോ, ദാമോദരൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ പഞ്ചായത്തിലെ പെർമിറ്റ് ശരിയാക്കി കിട്ടി. അതെ ഇന്ന് രാവിലെ കൈ കിട്ടും.
ആ അതെന്ത് ചോദ്യമാണ് ചേട്ടാ. ഉത്തമൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഏറ്റതല്ലേ. ആ പെർമിറ്റ് വാങ്ങിച്ചോണ്ട് ഒരു 11:30 മണിയാകുമ്പോ ഞാൻ അതുവഴി വരാം. ശരി 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 ശരി. ആ പിന്നെ ആ ചില്ലറയുടെ കാര്യം മറക്കല്ലേ ചേട്ടാ. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ പോലും ഇല്ലാതിരിക്കുക. ശരി 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 ശരി. ഓ നമസ്കാരം സാർ. എന്താണ് സാർ ഇത്ര രാവിലെ? എനിക്ക് കളക്ടറിലേക്ക് ഒന്ന് പോണം. കളക്ടറിനെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഓ എന്താണ് സാറേ കാര്യം? ഭൂമി ഏറ്റെടുക്കുന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ്. ഇന്ന് രാവിലെ തന്നെ നേരിട്ട് കളക്ടർക്ക് എന്നോട് സംസാരിച്ചേ പറ്റൂന്ന് പറഞ്ഞു. എനിക്ക് വയ്യ. സാറിന് സമ്മതിക്കണം. ഒരു കളക്ടർക്ക് വില്ലേജ് ഓഫീസറോട് നേരിട്ട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞാ എന്താ ഭയങ്കര സംഭവല്ലേ. ആ ഉത്തമനത് മനസ്സിലാവും. പക്ഷേ അത് മനസ്സിലാവാത്ത പലരും ഉണ്ട്. അവരോട് എന്ത് പറയാനാ? ആ ഉത്തമന് കണ്ണാടി പൊട്ടുന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സാറിന്റെ കണ്ണാടിക്ക് എന്തോ പറ്റി? ഈ കണ്ണാടിയല്ല, പിന്നെ മുഖം നോക്കുന്ന കണ്ണാടി. നമ്മുടെ കണ്ണാടി നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണാൽ ദുഷ്ടഗുണമാണെന്ന് ഉത്തമൻ കേട്ടിട്ടില്ലേ? ആ കേട്ടിട്ടുണ്ട്. പണ്ട് വീട്ടില് എന്റെ കയ്യിൽ നിന്നൊരു കണ്ണാടി താഴെ വീണ് പൊട്ടി. അമ്മ അന്ന് എന്നെ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല. കണ്ണാടി പൊട്ടിയ ഭയങ്കര ദോഷമെന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. പഴയ ആൾക്കാർ മാത്രമല്ല, പുതിയ ആൾക്കാരും പറയുന്നുണ്ട്. ഉത്തമനൊരു കാര്യം അറിയാമോ? ഇന്നൊരു കണ്ണാടി എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. ഭാമയുടെ ശ്രദ്ധ കുറവുണ്ടാണ് ഒക്കെ സംഭവിച്ചത്. നീ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കുന്ന ആര് കണ്ടു? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല സാറേ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്ന എന്തിനാണ്? ഓ കാലം മാറുന്നതനുസരിച്ച് ദൈവം മാറുമോ? ഇല്ലല്ലോ. അതുപോലെ ശകുനം പോലുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തേക്കുള്ളതാണ്. ഇന്ന് ഞാൻ കളക്ടറുമായി സംസാരിക്കാനിരുന്ന ദിവസം തന്നെ കണ്ണാടി എന്റെ കയ്യിൽ നിന്ന് വീണ സ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ഉറപ്പല്ലേ? എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ സാറേ. ഒന്നും അറിയില്ല. കാഷ്ടം. കണ്ണാടിയാണ്. ഞാൻ വൈകി. എന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്. 8:40 ബസ് പോയില്ലെങ്കിൽ കളക്ടറിലെത്തുമ്പോൾ താമസിച്ചു. പക്ഷെ സാറ് മോഹനേഷ സാറ് സ്കൂട്ടറിൽ പറയിലൊക്കെ കേറുമോ? ഒരു അത്യാവശ്യം വരുമ്പോ എന്ത് ചെയ്യും? ആരും കാണാതെ എന്നെ ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഒന്ന് വിട്. എന്ത്? അധികം ആരും കാണാതെ. അവനവൻ അത്യാവശ്യം വരുമ്പോ പരിസ്ഥിതി മലിനീകരണം ഇല്ല, കാർബൺ മോണോക്സൈഡും ഇല്ല. സാറ് കേറ്. ഇല്ലെങ്കിലും അവനവന്റെ കാര്യം കാണാൻ എന്തും പറയാല്ലോ. എന്തുവാ? നേരെ വയ്ക്ക. കേറിക്കോ. ഒപ്പുവാ. അതുപോലെ വേഗെടുത്ത് മറച്ചോ. സാറേ, സാറിന് ഭാഗ്യമുണ്ട്. ഈ പരിസരത്തൊന്നും ആരുമില്ല. സാറ് സ്കൂട്ടർ കയറിയത് ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇനിയിപ്പോ ഉത്തമൻ നാട് മുഴുവൻ ഇത് പറഞ്ഞു നടന്ന് വഷളാക്കണ്ട. മനസ്സിലായോ? ഓ ശരി സാറേ. ആരും കാണണ്ട. അങ്ങോട്ട് വന്നു. മോനേഷ് സാറേ, ഇതെന്താ ബസ് സ്റ്റോപ്പില്? സാറിന്റെ ഓഫീസിലേക്ക് നടന്നല്ലേ പോകുന്നേ? സാർ ഓഫീസിലോട്ടല്ല, കളക്ടറേറ്റിലോട്ടാ. ബസ് കയറാൻ വന്നതാ. അതിന് ബസ് പോയല്ലോ. ബസ് പോയിട്ട് 5 മിനിറ്റായി. ഇനിയിപ്പോ 9:45 ബസ്സുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കളക്ടർ എന്നെ തന്നെ നോക്കിയിരിക്കും. സാറേ, ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. വേറെ എന്തെങ്കിലും വഴി നോക്കാം. വേറെന്ത് വഴി? എനിക്കറിയാം ഇതിങ്ങനെ വരുമെന്ന്. സാറേ, ഇനി എന്താണ് പരിപാടി? അത് പറ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. സ്ഥലം ഇവിടെ നോക്ക്. അത് കൊള്ളാം. അങ്ങാടി തോറ്റന്റെ അമ്മയുടെ നെഞ്ചട്ടോ. എന്റെ അമ്പോ, സാറിനെ ഇവിടെ കൊണ്ടുപോട്ടെ. എന്നെ പറഞ്ഞാൽ മതിയല്ല. അങ്ങോട്ട് മാറ്.
വില്ലേജ് പോയില്ലേ? എന്താ മോനോട്ട് തിരിച്ചു പോന്നേ? നിനക്ക് തൃപ്തിയല്ലോ. നീ ഒരൊറ്റ ആളെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാനോ? മോഹനോട് എന്തൊക്കെയാ പറയണത്? ഭമേ, നീ ഒരു വലിയ വക്കീലാണ്. ഈ ലോകത്ത് സംഭവിക്കുന്ന സകല കാര്യങ്ങളെ കുറിച്ചും നിനക്കറിയാം എന്നൊരു ധാരണ നിനക്കുണ്ട്. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിന്നെ പോലെ അഹങ്കാരിയായ ഒരു ഭാര്യ ഉള്ളതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളച്ചിടാതെ കാര്യം തന്നെ പറ മോഹനട്ടാ. മോഹനയുടെ കളറേറ്റ് പോകത്തെന്താ? എല്ലാറ്റിനും മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് തഹസിൽദാരെ വിളിച്ച് കാര്യം പറയട്ടെ. ഇല്ലെങ്കിൽ കളക്ടർ എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കിട്ടുന്നില്ലല്ലോ. എന്തിനാ കഷ്ടം. എന്താ മോഹനയുടെ കാര്യം? അത് പറ. മോഹനയുടെ കളറേറ്റ് പോകത്തെന്താ? എങ്ങനെ പോവും? ഞാൻ ചെന്നപ്പോഴേക്ക് ബസ്സൊക്കെ പോയി. ബസ് പോയോ? അത്ര നേരത്തെയോ? പോകുമല്ലോ. രാവിലെ കണ്ണാടി പൊട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞതാ അതൊരു ദുശകുലമാണെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കണ്ണാടി പൊട്ടുന്നത് നമ്മുടെ ജീവിതമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. ഇപ്പൊ നിനക്കെന്ത് പറയാനുണ്ട്? 10 മണിക്ക് കളക്ടർ ഞാൻ എവിടെ എന്ന് അന്വേഷിക്കും. അപ്പൊ എന്താ അവസ്ഥ? കളക്ടർ കാണാൻ പറഞ്ഞിട്ട് സമയത്ത് വരാത്ത വില്ലേജ് ഓഫീസറെ പറ്റി കളക്ടർ എന്താ ധരിക്കുക? ബസ് പോയെങ്കിൽ പിന്നെ അടുത്ത മാർഗം നോക്കിക്കൂടായിരുന്നോ? എന്ത് മാർഗം? അടുത്ത ബസ്സിൽ പോയാൽ കളക്ടറേറ്റിൽ എത്തുമ്പോ 10:30 ആവും. അതിനു മുമ്പ് കളക്ടർ സ്ഥലം വിടുകയും ചെയ്യും. ബസ് മാത്രമല്ലല്ലോ ഉള്ളത്. ഒരു ടാക്സി വിളിച്ച് വെക്കൂടായിരുന്നു മോഹനട്ടന്? ടാക്സിയോ? എന്താ നീ എന്താ ഭമേ പറയുന്നത്? ഇവിടെ നിന്ന് കളക്ടറിലേക്ക് ടാക്സി പിടിച്ചു പോയാൽ രൂപ എത്രയാണ് നീ കരുതിയിരിക്കുന്നത്? ഒരു അത്യാവശ്യം വരുമ്പോ മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാറുള്ളത്. കളക്ടറെ സമയത്ത് കാണുന്നതിനെക്കാട്ടും വലുതാണോ ഈ 10-500 രൂപ? മോഹനട്ടന് ഒടുക്കത്തെ ബിസി കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പാവ കന്നഡ കുറ്റം പറഞ്ഞിട്ട് വേറെ കാര്യമുണ്ടോ? നീ മിണ്ടരുത്. അരിയും തിന്ന് ആശാരിച്ചും കടിച്ച് എന്നിട്ടും നായ്ക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞല്ല നിന്റെ ഈ പെരുമാറ്റം. നിന്റെ ഒരാളുടെ അശ്രദ്ധ ഉണ്ടായതൊക്കെ ഉണ്ടായത്. ആ കണ്ണാടി പൊട്ടിയപ്പോഴേ എനിക്കറിയാമായിരുന്നു വലിയ പ്രശ്നമാവും. ഇനിയിപ്പോ കളക്ടർ എന്തൊക്കെയാവും ചെയ്യുക? എനിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ. കണ്ണാടിയല്ലേ പൊട്ടിയത്? സാറേ, എന്താ? ഉത്തമനാ ചെല്ല്. ഓ ടീച്ചറാ. ആ നമസ്കാരം സാർ. സാർ ഇങ്ങോട്ട് പോന്നപ്പോ ആഫീസിലോട്ടാണോ പോകുന്നതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. പിന്നെ തോന്നി ഇത്ര രാവിലെ ആഫീസിലോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങോട്ടായിരിക്കും പോകുന്നത് എന്ന്. ആഫീസിൽ എങ്ങനെ പോവും? ഇന്നത്തെ ദിവസം ലീവ് എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സാർ, ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വില്ലേജ് ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണെങ്കിൽ വേണ്ട. 10 മണിക്ക് എന്നെ കാണാതെ വരുമ്പോ കളക്ടർ എന്തെങ്കിലും നടപടി അങ്ങ് എടുക്കും. അതെന്താണെന്ന് അറിഞ്ഞിട്ട് ഇനി വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നോട്. സാർ, വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ സാറ് രാവിലെ പോകാനിരുന്ന ബസ്സില്ലേ, അതിടിച്ചു. ആ ഇടിച്ചു. ചെമ്പരത്തി മുക്കിലെ പോസ്റ്റ് ഓഫീസിന്റെ ഇപ്പുറത്തെ വളവിന്റെ അവിടെ വെച്ച് എതിരെ വന്ന ലോറിയുമായിട്ട് ബസ് കൂട്ടിയിടിച്ചു. എന്റെ സാറേ, ബസിന്റെ അവസ്ഥ കണ്ടാ പേടിയാവും. ഒരു 10-45 പേരൊക്കെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ആരൊക്കെ മരിച്ചു എന്ന് പോലും അറിഞ്ഞൂടാ. ആ എന്റെ സാറേ, സാറ് ഭാഗ്യവാനാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്നെങ്കിൽ സാറും ആ ബസ്സിൽ കയറുമായിരുന്നല്ലോ. ദൈവം രക്ഷിച്ചു. രക്ഷിച്ചത് ദൈവമല്ല ഉത്തമ, കണ്ണാടിയാ. ആ കണ്ണാടി പൊട്ടിയതിന്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കിയതുകൊണ്ടാണല്ലോ മോഹനടൻ അത്ര താമസിച്ചത്. കണ്ണാടി പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് മോഹനടൻ ആ ബസ് കയറി തന്നെ. അയ്യോ, പറഞ്ഞു വരുമ്പോ അത് ശരിയാണല്ലോ സാറേ. വഴിയിൽ വെച്ച് നമ്മളും കണ്ണാടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ സാറ് കുറച്ചുകൂടെ താമസിച്ചത്. എന്റെ അമ്പോ, ഞാൻ എന്തായാലും ആശുപത്രിയിൽ ഒന്ന് പോകണം സാറേ. എന്താണ് സംഭവിച്ചെന്ന് വിശദമായിട്ട് അറിയണമല്ലോ. സാറ് രക്ഷപ്പെട്ട കാര്യം പറയാൻ ഇതുവഴി വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ദൈവം രക്ഷിച്ചു കേട്ടോ സാറേ. വിവരങ്ങൾ ഞാൻ വിളിച്ച് പറയാമേ. വില്ലേജ് ഇപ്പൊ എന്താ പറയുന്നു? കണ്ണാടി പൊട്ടുന്നത് ദുശകുനോ നല്ല ശകുനോ? മോഹനേട്ടാ, കണ്ണാടിയുടെ പേരിൽ നേരത്തെ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നു മുതൽ മോഹനേട്ടൻ പുതിയൊരു അന്ധവിശ്വാസം തുടങ്ങിയാനെ. കണ്ണാടി പൊട്ടുന്നത് നല്ല ശകുനമാണ് എന്ന് പറഞ്ഞു. എല്ലാ അന്ധവിശ്വാസങ്ങളെ തുടക്കം ഇങ്ങനെയാണ്. അയ്യോ,
ഹലോ, അതെ സാർ. ഞാൻ കളക്ടറേറ്റിലേക്ക് പോയില്ല സാർ. രാവിലെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഓ, അതെയോ? ശരി സാർ. സാർ വിളിച്ചാൽ മതി. ഞാൻ 10 മണി മുതൽ വില്ലേജ് ഓഫീസിൽ കാണും. ശരി സാർ. തഹസിൽദാരെ വിളിച്ചത്. കളക്ടർ ബസ് അപകടം ഉണ്ടായിടത്ത് പോയതുകൊണ്ട് ഇന്ന് 10 മണിക്ക് കാണാൻ പറ്റില്ലെന്ന്. ഇനി കാണാനുള്ള സമയം പിന്നെ വിളിച്ച് പറയാമെന്ന്. അപ്പൊ ആ പേടിയും തീർന്നു. ഇനി മോഹനേട്ടൻ എന്താ പറയാനുള്ളത്? പാവം കണ്ണാടി എന്നെ വെറുതെ കുറ്റം പറഞ്ഞു. അയ്യ, കുറ്റം പറഞ്ഞ കണ്ണാടി അല്ലല്ലോ, എന്നെയല്ലേ. സോറി. കണ്ണാടിക്ക് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്നത് സത്യമാണ്. പക്ഷെ അത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതേ കണ്ണാടിയെ ഏറ്റവും ബാലിശമായ ഒരു അന്ധവിശ്വാസത്തിന്റെ ഇരയോ ആയുധമോ ആക്കി മാറ്റിയവരെ പറ്റി സഹതപിച്ച് ഇന്നത്തേക്ക് വിടാം.